അവൻ നഗ്നനാണ്, രോഗിയാണ്, കാരാഗ്രഹവാസിയാണ്. പട്ടുവസ്ത്രമുടുത്ത് പട്ടുമെത്തയിൽ ഞാൻ എങ്ങനെ കിടന്നുറങ്ങും? അങ്ങോട്ടല്ല ഇങ്ങോട്ട് ഇങ്ങോട്ട്. ആ പ്രസ്ഥാനം തിരിയട്ടെ തിരിയട്ടെ. ആ മുമ്പോട്ട് തന്നെ, റൂട്ട് ക്ലിയർ ആണ്. അവിടെ എന്തെടുക്കുക രണ്ടും കൂടി? ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വരുന്നെന്ന് പറഞ്ഞു നിന്നാ മതിയാ. ഇങ്ങോട്ട് വാ. അന്തം വിട്ട് നിക്കാണോ? ഇതാ പോണ്, നോക്ക അങ്ങോട്ട്. ഇവന്റെ ഒരു കാര്യം. അങ്ങനെ നടക്കട്ടെ. ധ്യാനിച്ചാ പോണത്. ആ ഇനി കണ്ടെത്തി കിടന്ന് ധ്യാനിക്കാം. അതെ. ഓ എന്റെ അമ്മച്ചി ഒന്ന് വേഗം നടക്ക്. നടക്കട്ടെ അവൾ. ആ ഇനി ഏമാ മറിഞ്ഞിട്ട് വേണം നടക്കാൻ. അത് നടന്നോളൂ. വീഴും കേട്ടോ. തട്ടി വീഴുമോ? അതെ അതെ, കിണറ്റിൻകര വരെങ്കിലും സൂക്ഷിച്ചൊന്ന് നടക്ക്. പിന്നെ വീണാലും ഞങ്ങള് പൊക്കിയെടുത്തിട്ടോളാം. നമ്മുടെ പദ്ധതി വിജയിച്ചു. എന്തൊരു ഗമ. അവിടെ വരെ ഒന്ന് എത്തി കിട്ടിയ അവളെ തൂക്കിയെടുത്ത് കിണറ്റിലേക്ക് ഇടുന്ന കാര്യം ഞാൻ ഏറ്റു. എത്ര നാളായി ഒരു കോള് കിട്ടിയിട്ട്. നീ അത് ഭംഗിയായി ചെയ്യുമെന്ന് എനിക്കറിയാം. ഇപ്പൊ ബുദ്ധിയല്ല അവരുടേതായി. ചുമ്മാ ഗമ പറയാതെ കാര്യം നടത്താൻ നോക്ക്. വേണ്ട വേണ്ട. അയ്യോ തന്നെ പോയി. വീട് വേഗം വരൂ. എന്താണ് അവൾ നിന്നുപോയത്? ഏവപ്രാസിയെ ദാ കിണർ തൊട്ടി ഇരിപ്പുണ്ട്, എടുത്ത് വെള്ളം കോരൂ. ഇല്ലെങ്കി വേണ്ട, ഞാൻ സഹായിക്കാം. നടക്കൂ. ഇപ്പൊ എങ്ങനെയുണ്ട്? പണിയൊത്തോ? പറ്റിയ സമയമാണെന്ന് നീ പോയി തള്ളിയിടൂ. ശരി. ഒറ്റ തള്ളിന് സക്സസ് ആവണം. തള്ളു. നിൽക്കൂ. ഒരു പ്രകാശം. അതാ എന്ത്? അതാ. ഇതാര്? ഇതൊരു ചെറുക്കനല്ല കേട്ടോ, അപകടമാണ്. തിരിച്ചു പോകാം. അയ്യോ, നോട്ടം കണ്ടിട്ട് തന്നെ എനിക്ക് പേടിയാവുന്നു. അത് ബാലനായ യേശുവാണ്. അയ്യോ, അപകടം. നമുക്ക് ഓടി രക്ഷപ്പെടാം. ഓടിക്കോ. ഓപ്പറേഷൻ കിണറ്റിക്കര പൊളിഞ്ഞേ. എന്താ ഇവിടെ ഈ സമയത്ത്? ഞാൻ കുളിക്കാൻ വന്നതാണ്. കുളിക്കേണ്ട, പിശാചുക്കൾ നിന്നെ കൊല്ലുന്നതിന് വേണ്ടിയാ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നത്. ആണോ? വരൂ എന്റെ കൂടെ. വരാമുണ്ണി. നോക്കൂ, മദറിന്റെ അനുവാദമില്ലാതെ ഇനിമേലിൽ രാത്രി പുറത്തിറങ്ങരുത്. ക്ഷമിക്കണം, ബോധമില്ലാത്ത അവസ്ഥയിലായിപ്പോയി. വേഗം കേറിപ്പോ. അല്ലെങ്കിൽ വേണ്ട, ഞാൻ കൊണ്ടാക്കാം. വടിയും എടുത്തില്ല അല്ലേ? ഇല്ല, മറന്നുപോയി.
മറന്നു. നല്ല ചേലായി. വാ ഇവിടെ. വരാം ഉണ്ണി. ഒല്ലൂർ മഠത്തിലെ ഈ കിണർ ഇന്ന് ലോക പ്രശസ്തമാണ്. ഇവിടെയാണ് ഉണ്ണീശോ പ്രത്യക്ഷപ്പെട്ട് എവുപ്രാസ്യാമ്മയെ പിശാചുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്. ഈ കിണറ്റിലെ വെള്ളം കുടിച്ച് മാറാ രോഗികൾക്ക് അത്ഭുത രോഗസൗഖ്യം ലഭിക്കുന്നു ഇപ്പോൾ. ഓ ജീവന്റെ അപ്പമേ, ഓ ജീവന്റെ അപ്പമേ, ദിവ്യ കാരുണ്യമേ, ദിവ്യ കാരുണ്യമേ, ദിവ്യ കാരുണ്യമേ. ദിവ്യ കാരുണ്യമേ. ഇനി മോളൊന്ന് പാടിക്കേ. ശരിയമ്മേ. ജീവന്റെ അപ്പമേ, ദിവ്യ കാരുണ്യമേ, ഓ എൻ ജീവന്റെ അപ്പമേ, ദിവ്യ സ്നേഹത്തിൻ ഭാജനമായി നിത്യം ഈഹത്തിൽ വാണിടുന്ന ദിവ്യ കാരുണ്യമേ, ഓ ജീവന്റെ അപ്പമേ, ദിവ്യ കാരുണ്യമേ, ഓ ജീവന്റെ അപ്പമേ, ദിവ്യ മുന്നിസ്രായർക്കേകിയ സ്വർഗ മന്നായിൻ സാദൃശ്യമാ ദിവ്യ കാരുണ്യമേ, ഓ ജീവന്റെ അപ്പമേ, ദിവ്യ കാരുണ്യമേ, ഓ
സർവേശ്വരനും അപ്പോൾ സത്യമനുഷ്യനുമാ ദിവ്യ ജീവന്റെ അപ്പമേ ദിവ്യ കാരുണ്യമേ ജീവന്റെ അപ്പമേ ദിവ്യ കാരുണ്യമേ ദിവ്യ പ്രാർത്ഥിക്കുന്ന അമ്മ, സഞ്ചരിക്കുന്ന സക്രാരി എന്ന എവുപ്രാസി അമ്മ അറിയപ്പെട്ടതിൻ്റെ കാരണങ്ങൾ മനസ്സിലായല്ലോ. മരണക്കിടക്കയിൽ പോലും അമ്മ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. കുമ്പസാരക്കൂട്ടിൽ വെച്ച് തുടങ്ങിയ മരണലക്ഷണങ്ങൾ ബഹുമാനപ്പെട്ട ലൂയിസ് അച്ഛന് പെട്ടെന്ന് മനസ്സിലായി. അമ്മേ സൂക്ഷിച്ച് വീണേനെ. സിസ്റ്റർ, എന്താ അമ്മേ? എനിക്ക് കുമ്പസാരിക്കണം. അമ്മ ഇപ്പൊ കുമ്പസാരിച്ചല്ലേ ഉള്ളൂ. ഇല്ല, എനിക്ക് കുമ്പസാരിക്കണം. അമ്മേ, ഏപ്രാസമേ, എന്താ ഇത്? എനിക്ക് കുമ്പസാരിക്കണം അച്ചോ. സിസ്റ്റർ, അച്ചോ, അമ്മയ്ക്ക് നല്ല വല്ലായ്മയുണ്ട്. ബോധാവസ്ഥയിലല്ല, വേഗം കൊണ്ടുപോയി കിടത്തു. എനിക്ക് കുമ്പസാരിക്കണം. എനിക്ക് കുമ്പസാരിക്കണം. അതിനെന്താ അമ്മേ, നമുക്ക് അകത്ത് പോയി കുമ്പസാരിക്കാമല്ലോ. ഇപ്പം വാ അമ്മേ. സൂക്ഷിച്ച്. ഈശോയെ, എനിക്കെന്റെ ഈശോയെ കൈക്കൊള്ളണം. ഈശോയെ കൈക്കൊള്ളണം. എനിക്കെന്റെ ഈശോയെ കൈക്കൊള്ളണം. അമ്മേ, അച്ഛൻ കുർബാന കൊണ്ട് ഇപ്പൊ വരും. നല്ല ക്ഷീണമുണ്ട് അമ്മയ്ക്ക്. ഈ വെള്ളം കുടിച്ചോളൂ. വേണ്ട. ഇതിലൊഴിച്ചോളൂ. അമ്മേ, ഈ ചിരട്ട കളഞ്ഞേക്കൂ. ഈ പാത്രത്തിൽ കുടിക്കൂ. വേണ്ട, ഇതിലൊഴിച്ചോളൂ. സിസ്റ്ററെ, ഒന്ന് പിടിക്കേ. ഈശോയെ, അമ്മേ, അമ്മേ, എന്താ ചിരട്ടയിൽ മാത്രം വെള്ളം കുടിക്കുന്നത്? ആശയടക്കത്തിന്റെ ഭാഗമാണോ അമ്മേ? അല്ല. പിന്നെ എളിമയും ദാരിദ്ര്യവും അഭ്യസിക്കുകയാണോ അമ്മേ? അല്ല. പിന്നെ അമ്മേ, ഞങ്ങളോടൊന്ന് പറഞ്ഞേ. എന്താ അമ്മ ഇത്? അമ്മ എന്തിനാ കരയുന്നത്? കരയാതെ അമ്മേ. മക്കളെ, നിങ്ങൾക്കറിയാമോ, എൻ്റെ ഈശോ, എൻ്റെ മണവാളൻ കാൽവറി മലയിൽ കുരിശിൽ കിടന്ന് ദാഹിച്ചു വലഞ്ഞ് വെള്ളം ചോദിച്ചപ്പോ ഒരു സ്ഫടിക പാത്രത്തിലും ആരും വെള്ളം കൊടുത്തില്ല. എനിക്ക് ദാഹിക്കുന്നു.
അതോർത്ത് ഞാൻ എന്നും ധ്യാനിക്കും. ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി വിശന്ന് വലഞ്ഞ് നമ്മുടെ മുന്നിൽ കൈനീട്ടുന്ന അനേകർ അവരുടെ വിശപ്പടക്കണം, ദാഹമടക്കണം. എൻ്റെ യേശുവിന് വിശക്കുന്നു, എൻ്റെ യേശുവിന് ദാഹിക്കുന്നു. അമ്മ വല്ലതും തരണേ അമ്മ, വിശക്കുന്ന അമ്മ. അമ്മ വല്ലതും തരണേ അമ്മ, വിശക്കുന്ന അമ്മ, വിശക്കുന്ന അമ്മ, വല്ലതും തരണേ അമ്മ. ഇപ്പോ ഈ മണവാട്ടി വിശക്കുന്നവർക്കും ദാഹിക്കുന്നവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇവർ വിശന്ന് വലയുമ്പോൾ ഞാൻ എങ്ങനെ സ്ഫടികപാത്രത്തിൽ വെള്ളം കുടിക്കും? ഈ ചിരട്ട എന്നെ ചിന്തിപ്പിക്കുകയാണ്. ഞാൻ ധ്യാനിക്കുകയാണ്. തല ചായ്ക്കാനിടമില്ലാതെ തെരുവോരങ്ങളിൽ മഴയും മഞ്ഞും കൊതുകടിയുമേറ്റ് കിടക്കുന്ന അനേകായിരങ്ങളുണ്ട്. എൻ്റെ യേശുവിന് കിടപ്പാടമില്ല. അവൻ സൂര്യന് കീഴെ വായുവിൽ കുരിശിൽ തൂങ്ങിക്കിടക്കുന്നു. എന്റെ സമയം തീരാറായി. എന്നാൽ എന്റെ പ്രാർത്ഥന തീർന്നിട്ടില്ല. എനിക്ക് പ്രാർത്ഥിക്കണം. എത്രയോ പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കിടക്കുന്നു. ത്യജിക്കും ഞാനെല്ലാം, സഹിക്കും ഞാൻ സന്തോഷത്തോടെ. അപ്പോൾ എൻ്റെ യേശു സന്തോഷിക്കും. എന്നെ എൻ്റെ സ്നേഹമണവാട്ടി എന്ന് വിളിച്ച് ആശ്ലേഷിക്കും. എന്ത് സ്നേഹ എന്നോട്! ആരും കരയണ്ട, വിഷമിക്കരുത്. ഞാൻ ആരെയും ബുദ്ധിമുട്ടിക്കുകയില്ല. ഉടൻ എൻ്റെ മണവാളൻ്റെ അടുത്തേക്ക് എത്തുകയാണ് എൻ്റെ ലക്ഷ്യം. ഏറിയാൽ 3 ദിവസം. അമ്മേ, അമ്മേ, എന്താ ഈ പറയുന്നത്? അമ്മയ്ക്ക് ഒന്നും സംഭവിക്കില്ല. ഒരു ഉപകാരം എനിക്ക് ചെയ്യുവാൻ മദറിനോട് പറയുമോ? മദർ ഇപ്പൊ വരും. എന്താണമ്മേ? എനിക്ക് വേണ്ടുന്നത് തരണം. എന്താ എന്താ അമ്മ പറഞ്ഞത്? അന്ത്യകൂദാശ വേണോന്ന്? ശോ, അന്ത്യകൂദാശ വേണോന്ന്? എന്താ നമ്മൾ ചെയ്യുക? നമുക്ക് മദറിനോട് പോയി പറയാം. വരൂ. അമ്മ സുബോധത്തോടെ തന്നെ ആവശ്യപ്പെട്ട അന്ത്യകൂദാശ സ്വീകരിക്കുകയും വിശുദ്ധ കുർബാന കൈക്കൊള്ളുകയും ചെയ്തു. ഈ സമയങ്ങളിൽ അമ്മയ്ക്ക് സംസാരിക്കുവാനുള്ള ശക്തി നഷ്ടപ്പെട്ടിരുന്നു.
ഇതാണ് എവുപ്രാസ്യാമ്മ മരണമടഞ്ഞ ഒല്ലൂർ മഠത്തിലെ മുറി. അമ്മയുടെ ആരോഗ്യം പെട്ടെന്ന് ക്ഷയിച്ചപ്പോൾ അമ്മയെ ഈ രോഗിമുറിയിലേക്ക് മാറ്റി. എവുപ്രാസ്യാമ്മ മരണാസന്നയായി എന്ന വാർത്ത നാടെങ്ങും പരന്നു. അമ്മയെക്കൊണ്ട് പ്രാർത്ഥിപ്പിക്കുവാനും അനുഗ്രഹം വാങ്ങുവാനും സഭാംഗങ്ങളും നാട്ടുകാരും ഓടിക്കൂടി. അമ്മേ, എന്റെ ഭർത്താവ് ആകെ തളർന്നു കിടക്കുകയാണ്. ഞങ്ങൾ ആകെ വിഷമിക്കുക. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അമ്മേ. കടം കയറി ഞാൻ വലഞ്ഞമ്മേ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അറിഞ്ഞോ അറിയാതെയോ നീ ചെയ്ത പാപങ്ങൾ ദൈവം നിന്നോട് ക്ഷമിച്ച് സ്വർഗപ്രാപ്തി ലഭിക്കുമാറാകട്ടെ. ഏവിപ്രാസമ്മേ, തിരുക്കുടുംബം കൂട്ടിനുണ്ട് കേട്ടോ. എന്താണമ്മേ? സിസ്റ്റർ, ആ ബുക്കിംഗ് തരൂ. ഇതാ. ഞാൻ കണ്ടു.
അമ്മേ മടവെത്തി. എന്താണാവോ ഒരാൾക്കൂട്ടം.